മധുരയിൽ ടി.വി.കെയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഷ്ട്രീയ നയപ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് വിജയ്. തമിഴക രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി ടി.വി.കെ മാറിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായി അത് മാറും എന്നുള്ളതാണ് ടി.വി.കെ അവകാശപ്പെടുന്നത്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് രണ്ടാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ടാം സംസ്ഥാന സമ്മേളനം ടി.വി.കെ സംഘടിപ്പിക്കുന്നത്. വിജയ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ റഹീസ്? ജനനിബിഡമാണ് മധുരയിലെ സമ്മേളന നഗരി. 1.5 ലക്ഷം പാർട്ടി പ്രവർത്തകരെയാണ് വിജയും ടി.വി.കെയും പ്രതീക്ഷിച്ചത്. പക്ഷേ അതിലപ്പുറത്തേക്ക് ആളുകൾ മധുരയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പലയിടത്തുമൊക്കെ വലിയ ഗതാഗത കുരുക്കുണ്ടാവുകയും ആളുകൾക്ക് സമ്മേളന നഗരിയിൽ എത്താൻ കഴിയാത്ത തരത്തിൽ അത്ര കണ്ട് ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വൈകിട്ട് 4 മണിയോടുകൂടി സമ്മേളനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിജയ് കൃത്യം 3:45 സമ്മേളന നഗരിയിലെത്തി. ഇപ്പോൾ അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തകർക്കിടയിലൂടെ അദ്ദേഹം നടക്കുകയാണ്. ഒരു റാമ്പിലൂടെ അദ്ദേഹം നടക്കുന്നു. ആദ്യ സമ്മേളനത്തിലും ഏറ്റവും അധികം ഈ പാർട്ടി പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച ഒരു നടത്തമായിരുന്നു അത്. പിന്നീട് ഇതൊരു സിഗ്നേച്ചർ നടത്തമൊക്കെയായി മാറിയ ഒരു രീതി അത് കാണുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് രണ്ടാം സമ്മേളനത്തിലും വിജയ് ഇപ്പോൾ എത്തി പ്രവർത്തകർക്കിടയിലൂടെ നടക്കുന്നു. അതിനപ്പുറം ഇനി അദ്ദേഹം പാർട്ടി പതാക ഉയർത്തും. പാർട്ടി പതാക ഉയർത്തിയതിനു ശേഷം പിന്നീട് ഓരോ പ്രധാനപ്പെട്ട നേതാക്കളും എത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കും. അതിൽ ജാതീയതയ്ക്കെതിരായിട്ടുള്ള പലതരത്തിലുള്ള പ്രമേയങ്ങളുമുണ്ട്. ഈ ജാതി കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ കൂടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഒരു പ്രമേയം ടി.വി.കെ പാസ്സാക്കും. മാത്രമല്ല ഈ കസ്റ്റഡി കൊലപാതകങ്ങൾക്കെതിരായ പ്രമേയം പാസ്സാക്കും. പിന്നീട് ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിക്കുന്ന പ്രമേയങ്ങൾ ഉണ്ടാകും. സ്ത്രീപക്ഷ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ചും അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുമുള്ള പ്രമേയങ്ങൾ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കുകയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയാണ്. ടി.വി.കെ സമ്മേളനത്തിലെ ഏറ്റവും അധികം ഈ പാർട്ടി പ്രവർത്തകർ കാണാൻ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ്. വിജയ് ഈ റാമ്പിലൂടെ ഇങ്ങനെ നടന്ന് പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ആവേശം വിതറിക്കൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നത്. വിജയ് കഴിഞ്ഞ 2-3 പാർട്ടി പരിപാടികളിലായി അത്ര കണ്ട് ഉന്മേഷവാനായിരുന്നില്ല, ഉത്സാഹം കാട്ടിയിരുന്നില്ല. പക്ഷേ ഈ പരിപാടിക്ക് ഇപ്പോൾ വിജയ് എത്തിയിരിക്കുമ്പോൾ സമ്മേളന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ആനന്ദിപ്പിക്കുന്ന തരത്തിൽ, അവരെ വല്ലാണ്ട് കോരിത്തെരിപ്പിക്കുന്ന തരത്തിലാണ് വിജയ് നടക്കുന്നത്. ടി.വി.കെ കൊടികളൊക്കെ ഏറ്റുവാങ്ങി, ഷാളുകൾ അണിഞ്ഞ് തലയിൽ ടി.വി.കെയുടെ പതാക കെട്ടി അദ്ദേഹം വലിയ തോതിൽ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം കൂടി ഈ ഒരു പാർട്ടി പ്രവർത്തകരെ ആനന്ദിപ്പിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പാർട്ടിയുടെ കൊടി ഉയർത്തും. അതിനുശേഷം സമ്മേളനങ്ങൾ തുടക്കമാകും. പിന്നീട് എല്ലാവരും സംസാരിച്ചതിനു ശേഷമാകും വിജയ് സംസാരിക്കുക. സുപ്രധാനമായ പല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ടി.വി.കെയുടെ മധുര സംസ്ഥാന സമ്മേളനം. സഖ്യത്തിന്റെ കാര്യത്തിലൊക്കെ വിജയ് നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. DMK രാഷ്ട്രീയ ശത്രുവും BJP ആദർശ ശത്രുവുമാണ് എന്ന് ടി.വി.കെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP-യുമായി സഖ്യമുള്ള ആരുമായും കൂട്ടുകൂടില്ല എന്നും വിജയ് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ചെറു പാർട്ടികളുമായൊക്കെ ആശയവിനിമയം നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1.5 ലക്ഷത്തിലധികം ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ്, മധുരയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ടി.വി.കെയുടെ സമ്മേളനം നടക്കുന്നത്.